നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. എം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASന്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ മേക്കിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിന്റെ ഭാഗമായി റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, വ്യത്യസ്ത വർഷങ്ങളിലെ ചാർട്ടർ ആക്ടുകൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, കൗൺസിൽസ് ആക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നീ നിയമങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അരങ്ങേറിയിട്ടുള്ള ചില സുപ്രധാനമായ സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണ്, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയ രൂപീകരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 1934 1934 ഇന്ത്യക്ക് സ്വന്തമായൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഈ ആവശ്യം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ പേര് MN റോയ് എന്നാണ്. മാനവേന്ദ്രനാഥ റോയ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് മാനവേന്ദ്രനാഥ റോയ് എന്നല്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്നാണ്. നരേന്ദ്രനാഥ ഭട്ടാചാര്യ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. അദ്ദേഹം ഒളിവിൽ പാർക്കുന്ന സമയത്ത് സ്വീകരിച്ചിട്ടുള്ള പേരായിരുന്നു മാനവേന്ദ്രനാഥ റോയ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. താഷ്കെൻഡിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലിറ്റററി വർക്ക് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MN റോയ് ആണ്. സോ ചില അഡീഷണൽ ഫാക്റ്റുകളാണ് പ്രയോജനപ്പെടുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ മാനവേന്ദ്രനാഥ റോയ് എന്ന പൈനിയർ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഈ ആവശ്യം എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാര് 1940 ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് തത്വത്തിൽ നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആവശ്യം അംഗീകരിക്കുന്നത്. തത്വത്തിൽ അംഗീകരിക്കുന്നു, ഇൻ പ്രിൻസിപ്പിൾ അക്സെപ്റ്റൻസ്. 1940 ഓഗസ്റ്റ് ഓഫറിലാണ്. പക്ഷേ ഇന്ത്യ ഇത് റിജക്റ്റ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആശയം റിജക്റ്റ് ചെയ്യുന്നു. ആൻഡ് അതിന് കാരണം പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മൾക്ക് നൽകാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. പകരം ഒരു പുത്രികാ രാജ്യ പദവി മാത്രം നൽകാം എന്നാണ് അവർ ഓഗസ്റ്റ് ഓഫറിലൂടെ പരാമർശിച്ചിരുന്നത്. പുത്രികാ രാജ്യ പദവി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്വാതന്ത്ര്യമില്ല, സോവറിൻ അല്ല. നമ്മൾക്കൊരു പരിധി വരെ ഓട്ടോണമി നൽകാം എന്ന് പറയുമെങ്കിൽ പോലും ബ്രിട്ടീഷുകാരുടെ പരമാധികാരത്തിന് കീഴിൽ തന്നെ ആയിരിക്കും ഇന്ത്യ. അത്തരമൊരു സംവിധാനത്തോട് വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നതിന് കാരണമായ ഒരു മിഷൻ എന്ന് പറയുന്നത് 1946 ക്യാബിനറ്റ് മിഷനാണ്. ഇതെല്ലാം നിങ്ങൾ ഹിസ്റ്ററിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1946 ക്യാബിനറ്റ് മിഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ട്രക്ചറും അതിൻ്റെ ഒരു കോമ്പോസിഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യമായി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം തത്വത്തിൽ അംഗീകരിക്കുന്നത് 1940 ഓഗസ്റ്റ് ഓഫർ ആണ് എങ്കിൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് 1946 ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം ലീഗിന് പൂർണ്ണമായിട്ടുള്ള യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും, കാര്യം മുസ്ലിം ലീഗിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ആയിരുന്നു, സെപ്പറേറ്റ് ഭരണഘടനാ നിർമ്മാണ സഭയായിരുന്നു. ഇതൊന്നും അംഗീകരിച്ചില്ല എങ്കിൽ പോലും ബ്രിട്ടീഷ് പ്രപ്പോസൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുസ്ലിം ലീഗിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഈ ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിലവിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ക്യാബിനറ്റ് മിഷനിൽ പോലും സെപ്പറേറ്റ് ആയി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആവശ്യം, അതായത് മുസ്ലിം ലീഗിന്റെ 2 വിഭാഗക്കാർക്കും, മുസ്ലിം
ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തിനും ഇന്ത്യ ഹിന്ദു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തിനും 2 ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഈ ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നൗ ഈ ക്യാബിനറ്റ് മിഷനിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ട്രെങ്ത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്യാബിനറ്റ് മിഷൻ പറയുകയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗബലം എന്ന് പറയുന്നത് 389 ആയിരിക്കണം. ഈ 389-ൽ 296 സീറ്റ് അത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കായിരിക്കും. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്. ബാക്കി 93 സീറ്റ് നാട്ടുരാജ്യങ്ങൾക്ക്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്. ഇപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മാത്രമുള്ളൊരു സംവിധാനമല്ല. അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അല്ല, പകരം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്, അതായത് ബോംബെ, മദ്രാസ് പോലുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസും നാട്ടുരാജ്യങ്ങളും, പട്ടിയാല പോലുള്ള നാട്ടുരാജ്യങ്ങളും ചേരുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർ നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ പ്രൊവിൻസസിന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള ബോംബെ, മദ്രാസ് പോലുള്ള ഇന്ത്യൻ പ്രൊവിൻസസിന് 296 സീറ്റും ബാക്കി 93 സീറ്റ് നാട്ടുരാജ്യങ്ങൾക്കുമാണ് അലോട്ട് ചെയ്തിരുന്നത്. ഈ 296 സീറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരുന്നു. ഈ 296 സീറ്റ് ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണ്? 292 സീറ്റ് 11 ഗവർണർമാരുടെ പ്രൊവിൻസിന്, ഗവേണേഴ്സ് പ്രൊവിൻസ്, 11 ഗവേണേഴ്സ് പ്രൊവിൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 11 ഗവേണേഴ്സ് പ്രൊവിൻസിന് 292 സീറ്റ്. ബാക്കി 4 സീറ്റ് ഉണ്ടല്ലേ, ബാക്കി 4 സീറ്റ് ആർക്കായിരിക്കും? ബാക്കി 4 സീറ്റ് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആകെ സ്ട്രെങ്ത് 389. അതിൽ 296 സീറ്റ് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഇന്ത്യൻ പ്രൊവിൻസസ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസ്, ബോംബെ, ബംഗാൾ, മദ്രാസ് പോലുള്ള പ്രൊവിൻസസ്. ബാക്കി 93 സീറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്. ഇനി ഇതുകൂടാതെ 296 വീണ്ടും 2 ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 292 11 ഗവേണേഴ്സ് പ്രൊവിൻസസിന് ഡിവൈഡ് ചെയ്ത് നൽകുന്നു. ബാക്കി 4 സീറ്റ് 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിന്. അപ്പോൾ 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ആണ് ഉണ്ടായിരുന്നത്. 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിന് 4 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിന് 1 സീറ്റ്. 11 ഗവേണേഴ്സ് പ്രൊവിൻസിന് 292 സീറ്റ് എന്ന് പറഞ്ഞാലോ ഓരോ ഗവേണേഴ്സ് പ്രൊവിൻസിനും വ്യത്യസ്ത സീറ്റുകളുടെ എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് അലോട്ട് ചെയ്തിരുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇനി ഏതെല്ലാമാണ് ഈ 11 ഗവേണേഴ്സ് പ്രൊവിൻസ്? ഒന്ന് നോക്കിയേ. മദ്രാസ്, ബോംബെ, യു പി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് അല്ല, ഇറ്റ് ഇസ് യുണൈറ്റഡ് പ്രൊവിൻസസ്. ബീഹാർ, സെൻട്രൽ പ്രൊവിൻസസ്, ഇന്നത്തെ മധ്യപ്രദേശിന്റെയൊക്കെ ഭാഗമായി അന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന പ്രദേശമാണ് സെൻട്രൽ പ്രൊവിൻസസ് എന്ന് പറയുന്നത്. ഒറീസ, പഞ്ചാബ്, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ്, നോർത്ത് വെസ്റ്റേൺ, ദിസ് ഇസ് നോർത്ത്, ദിസ് ഇസ് വെസ്റ്റ്, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ടായിരുന്നു. ആൻഡ് സിന്ധ്, ബംഗാൾ, അസാം എന്നിങ്ങനെ 11 ഗവേണേഴ്സ് പ്രൊവിൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 11 ഗവേണേഴ്സ് പ്രൊവിൻസിന് 292 സീറ്റുകളാണ് അലോട്ട് ചെയ്ത് നൽകിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഗവേണേഴ്സ് പ്രൊവിൻസിനും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സീറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഡൽഹി, അജ്മീർ, മെവാർ, കൂർഗ് ആൻഡ് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. ഓരോ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിനും 1 സീറ്റ്. ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അലോക്കേഷൻ ഓഫ് സീറ്റ്സ് വാസ് ഓൺ ദി ബേസിസ് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് അലോട്ട് ചെയ്തിരുന്നത്. നൗ സി ഗവേണേഴ്സ് പ്രൊവിൻസ് അല്ലെങ്കിൽ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസ്, എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്? 296 സീറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഈ 296 സീറ്റ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസസിന് അലോട്ട് ചെയ്തിരുന്ന 296 സീറ്റ് ഉണ്ടല്ലോ, ഇത് 3 വിഭാഗക്കാർക്കായാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഏതെല്ലാമാണ് 3 വിഭാഗക്കാര്? ഒന്ന് മുസ്ലിം വിഭാഗക്കാര്,
മറ്റൊന്ന് സിഖ് വിഭാഗക്കാര്, ഇനി മുസ്ലിമും സിഖും അല്ലാത്ത മറ്റൊരു വിഭാഗം ജനറൽ കാറ്റഗറി എന്നിങ്ങനെ 3 വിഭാഗത്തിനായാണ് ഈ 296 സീറ്റ് ഡിവൈഡ് ചെയ്തിരുന്നത്. അതായത് ഒരു സീറ്റിൽ ഭൂരിപക്ഷം വോട്ടർമാരും അത് മുസ്ലിം വിഭാഗക്കാരാണ് എങ്കിൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിം വിഭാഗക്കാരാണ് എങ്കിൽ ആ സീറ്റ് മുസ്ലിം വിഭാഗത്തിന് റിസർവ് ചെയ്തിരുന്നു. സിഖ് വിഭാഗക്കാരാണെങ്കിൽ സിഖ് വിഭാഗത്തിന് റിസർവ് ചെയ്തിരുന്നു. ഇനി മുസ്ലിം സിഖും അല്ല മറ്റ് വിഭാഗക്കാരാണ് എങ്കിൽ അത് ജനറൽ കാറ്റഗറിക്ക് റിസർവ് ചെയ്തിരുന്നു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Seats allocated to British Indian provinces were to be divided among 3 communities, Muslim, Sikh and general community in proportion to their population. ഇതാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച പ്രപ്പോസൽസിൽ മറ്റൊന്ന്. ഇനി എങ്ങനെയായിരിക്കണം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യേണ്ടത്? അതായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 389 സീറ്റിൽ 296 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. 296 സീറ്റുകളിലേക്ക്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ചുള്ള 93 സീറ്റോ, ഈ 93 സീറ്റുകളിലേക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യില്ല. അവിടെ നോമിനേഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. നാട്ടുരാജ്യങ്ങളാണല്ലേ. ഇപ്പൊ രാജ്യത്തിന്റെ ഭരണാധികാരി, രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയുന്നവര് ശുപാർശ ചെയ്യുന്ന ആളാണ് ആ നാട്ടുരാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ നാമനിർദ്ദേശം അല്ലെങ്കിൽ നോമിനേഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക, ഇലക്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഇലക്ഷനെ പറ്റി പറയുന്നത് എവിടെ മാത്രമാണ്? ഈ 296 സീറ്റുകളിലേക്ക് മാത്രമാണ്. എങ്ങനെയാണ് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്? അതായത് നിങ്ങൾ രാജ്യസഭാ ഇലക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ആരാണ്? വോട്ടർമാര് MLA-മാരാണല്ലേ, MLA-മാരാണ്. ഈ MLA-മാരെ ചൂസ് ചെയ്യുന്നത് ആരാണ്? MLA-മാരെ ചൂസ് ചെയ്യുന്നത് ജനങ്ങളാണ്. ഇതിന് സമാനമായ രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പും കണ്ടക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇവിടെ, ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് ആരാണ്? MLA-മാരാണ്. പക്ഷെ അന്ന് MLA-മാരില്ല. ഇന്ന് സ്റ്റേറ്റിനാണ് MLA-മാരുള്ളത്, അന്ന് പ്രൊവിൻസസ് ആണ്. പ്രൊവിൻസസിന് ഒരു നിയമസഭയുണ്ട്. ആ പ്രൊവിൻസസിന്റെ നിയമസഭയെ നമ്മൾ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് വിളിക്കുക. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഈ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും വോട്ടർമാര്. അതായത് ഇന്ന് രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ MLA-മാരാണ് വോട്ടർമാര്. അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും വോട്ടർമാര്. എന്ന് പറഞ്ഞാൽ ഇന്ന് സ്റ്റേറ്റിനാണ് MLA, അന്ന് പ്രൊവിൻസസിന് മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണുള്ളത്. ആൻഡ് ഈ മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ചൂസ് ചെയ്യുന്നത് ആരാണ്? അത് ജനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നും, അന്ന് ജനങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നോ? അന്ന് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ, അതുപോലെ ടാക്സിന്റെ, വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിമിതമായ പോപ്പുലേഷന് വോട്ടവകാശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ തെരഞ്ഞെടുക്കുക. ഈ മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കുക. ഇനി അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു സീറ്റ് മുസ്ലിം വിഭാഗത്തിന് റിസർവ് ചെയ്തിരിക്കുന്നുവെങ്കിൽ അവിടെ വോട്ട് ചെയ്തത് ആര് മാത്രമായിരിക്കും? മുസ്ലിം മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമായിരിക്കും. അതായത് മുസ്ലിം വിഭാഗത്തിന് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ വോട്ടർമാർ ആര് മാത്രമായിരിക്കും? മുസ്ലിം മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമായിരിക്കും. അപ്പോൾ അതുകൂടി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, representative of princely states would be nominated by the head of the princely state, being it king or queen, crown. Now, എന്താണ് യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻസിന്റെ സമ്മറി? പകുതി ഇലക്റ്റഡ് മെമ്പേഴ്സ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെ. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സിനെ കിങ് ഓർ ക്വീൻ നോമിനേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവര് തെരഞ്ഞെടുപ്പിലൂടെ ഇലക്ട് ചെയ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നോ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നോ? നിങ്ങൾ ഇവിടെ നോക്കിയേ, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? നേരിട്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ദാറ്റ് ഇസ് ഡയറക്റ്റ് ഇലക്ഷൻ. പക്ഷെ ഇവിടെ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ തെരഞ്ഞെടുക്കുന്നു. മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ബൈ മെമ്പേഴ്സ് ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി.
വോട്ടവകാശം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പരിമിതമായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. ഇനി സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിക്കാം, സർ ഈ ഇലക്ഷൻസ് എങ്ങനെ ആണ് നടത്തിയിരുന്നത്? എന്ത് സിസ്റ്റം ഓഫ് ഇലക്ഷൻ ആണ് നടന്നിരുന്നത്? തൽക്കാലം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് നടന്നിട്ടുള്ള ഇലക്ഷൻ അറിയപ്പെടുന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ കണ്ടക്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതായത് എത്രത്തോളം ജനസംഖ്യയാണോ ഉള്ളത് ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാതിനിധ്യം. അതായത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രൊവിൻസിനായിരിക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൂടുതൽ മെമ്പർ ഉണ്ടായിരിക്കുക. പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ജനസംഖ്യാനുപാതികമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കുക. ഈ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ഞാൻ രാഷ്ട്രപതി എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയി നിങ്ങൾക്ക് അത് ഡെപ്പിക്റ്റ് ചെയ്ത് മനസ്സിലാക്കി തരാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ദ സിസ്റ്റം ഓഫ് ഇലക്ഷൻ വാസ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അങ്ങനെ 296 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 208 സീറ്റുമായി ഒന്നാമതെത്തുന്നു. മുസ്ലിം ലീഗ് 73 സീറ്റുമായി രണ്ടാമത് വരുന്നു. ബാക്കി 15 സീറ്റുകളിൽ മറ്റുള്ളവരാണ് വിജയിക്കുന്നത്. ആൻഡ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പക്ഷേ തുടക്കത്തിൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുന്നില്ല. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വേർ നോട്ട് റെഡി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രൊസീജിയേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഈവൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗാന്ധിയും ഉണ്ടായിരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗാന്ധി വാസ് നോട്ട് എ മെമ്പർ. ഗാന്ധി was not a member of Constituent Assembly. Please remember this very very important point. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. Was Gandhi member of Constituent Assembly? No, Gandhi was not a member of Constituent Assembly. ഭരണഘടനാ നിർമ്മാണ സഭയുടെ വർക്കിംഗ് ആദ്യമായി മീറ്റ് ചെയ്യുന്നത് ഡിസംബർ 9, 1946 മുസ്ലിം ലീഗ് ഈ മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്യുന്നു. അവർ പാർട്ടീഷൻ വേണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയാണ്. ആദ്യത്തെ മീറ്റിംഗിൽ നമുക്കൊരു പ്രിസൈഡിംഗ് ഓഫീസർ വേണം, അല്ലേ? സഭാ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കാനായിട്ടൊരു ഓഫീസർ വേണം. അപ്പൊ അങ്ങനെ ആരെ തെരഞ്ഞെടുക്കണം എന്ന തീരുമാനത്തിനൊടുവിൽ അല്ലെങ്കിൽ ചർച്ചകൾക്കൊടുവിൽ ഒരു ഫ്രഞ്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ ഫ്രാൻസിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ ഫ്രാൻസിലെ പ്രാക്ടീസ് ഇങ്ങനെയാണ്: സീനിയർ മോസ്റ്റ് മെമ്പർ ആരാണോ, സീനിയർ മോസ്റ്റ് മെമ്പർ ആരാണോ അദ്ദേഹത്തെ താൽക്കാലികമായി പ്രിസൈഡിംഗ് ഓഫീസറായി അപ്പോയിന്റ് ചെയ്യും. പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥിരമായി ഒരു പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഒരു ചെയർമാനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇവിടെ സീനിയർ മോസ്റ്റ് മെമ്പർ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന ഭരണഘടനാ നിർമ്മാണ സഭാംഗമായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് പ്രൊവിഷണൽ പ്രസിഡന്റ്, താൽക്കാലികം പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. UPSC പ്രിലിംസിനടക്കം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്: ഹു എമംഗ് ദ ഫോളോയിങ് was decided as the provisional president of the constituent assembly? It is Dr. Sachidananda Sinha. ഡിസംബർ 11, 1946 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അല്ലെങ്കിൽ ആയുഷ്കാല ചെയർമാനെ ചൂസ് ചെയ്യുന്നു, പെർമനന്റ് ചെയർമാനെ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർമനന്റ് പ്രസിഡന്റിനെ ഭരണഘടനാ നിർമ്മാണ സഭ ചൂസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പെർമനന്റ് പ്രസിഡന്റായി അല്ലെങ്കിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് ഡിസംബർ 11, 1946. 2 ഉപാധ്യക്ഷന്മാർ, വൈസ് പ്രസിഡന്റ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് HC മുഖർജി, സെക്കൻഡ് വൺ ഇസ് VT കൃഷ്ണമാചാരി. ഡിസംബർ 13 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഈ പ്രമേയത്തെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്ന് വിശേഷിപ്പിക്കുന്നത്.
അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഫണ്ടമെന്റൽ ഫിലോസഫി എന്തൊക്കെയാണ് എന്നിവയടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്നിവയടങ്ങുന്ന ഒരു പ്രമേയമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് ഇന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആയി കാണപ്പെടുന്നത്. ഓക്കെ, പ്രിയാമ്പിൾ ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മോഡിഫൈഡ് വേർഷൻ ആണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഐക്യകണ്ഠേന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞാൽ ഏകകണ്ഠേന ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അംഗീകരിക്കുന്ന തീയതി 1947 ജനുവരി 22-നാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് തൽക്കാലം ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത സെഷനിൽ നമ്മൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി യഥാർത്ഥത്തിൽ റിയൽ ആക്റ്റീവായി വർക്ക് ചെയ്യപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ്. അതിന് മുൻപും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. 1947 ശേഷം, ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ടതിന് ശേഷം ആണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കർമ്മോത്സുകമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കർമ്മോത്സുകമായ വർക്കിങ്ങിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോവുക. സോ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം യൂട്യൂബ് ഇനീഷ്യേറ്റീവുകൾക്ക് ഞങ്ങൾക്കുള്ള പിന്തുണ. നിങ്ങൾ പിന്തുണയ്ക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെൻഷൻ ചെയ്യും, നിങ്ങളുടെ സ്നേഹം രേഖപ്പെടുത്തും ലൈക്സിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രിപ്ഷനിലൂടെയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ 2ാം ഭാഗവുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.